ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതാണ് ഈ ഡീപ്പ് സ്റ്റേറ്റ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലെത്തി ആദ്യം പറഞ്ഞ ഒരു പ്രഖ്യാപനങ്ങളിലൊന്ന് ഡീപ്പ് സ്റ്റേറ്റിനെ വകവരുത്തും എന്നാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുകയാണ് വാഷിങ്ടൺ DC-യിൽ. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇന്ത്യയിലെ തലസ്ഥാനമായ ഡൽഹി ഭരണകൂടത്തെ തകർത്ത് തെരഞ്ഞെടുപ്പിലൂടെ തകർത്ത് അതിൻ്റെ വിജയമധുരവുമായിട്ടാണ് അദ്ദേഹം അമേരിക്കയിലെത്തുന്നത്. ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇനി ഇന്ത്യയിൽ എന്തെങ്കിലും ഭാവിയുണ്ടോ? അതായത് അത് ഡീപ്പ് സ്റ്റേറ്റിനെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ചകൾ ഇവിടെ പലപ്പോഴും ചെയ്യാറുണ്ട്, ജോർജ് സോറോസിനെ പറ്റി. പക്ഷേ ഞാൻ കാണുന്നത് ഈ ഡൽഹിയിലെ BJPയുടെ വിജയം ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും കൂടി തോൽവിയാണ്. അതായത് കെജ്രിവാളിൻ്റെ തോൽവി, ആപ്പിൻ്റെ തോൽവി, അത് ജോർജ് സോറോസിൻ്റെയും അയാൾ നേതൃത്വം നൽകുന്ന ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും കൂടി തോൽവിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2016 തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, മുമ്പ് പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ്, 2016 ഓഗസ്റ്റിൽ തന്നെ ആരോപിച്ചിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. കാരണം 2 NGO ഈ കെജ്രിവാളിന് ഉണ്ടായിരുന്നു. പരിവർത്തനും കബീർ എന്നും പേരുള്ള NGOകളാണത്. ഈ പരിവർത്തനും കബീർ എന്ന് പറഞ്ഞ NGOs, പ്രത്യേകിച്ച് പരിവർത്തൻ, അതിന് ഫോർഡ് ഫൗണ്ടേഷൻ്റെ സഹായം ഉണ്ടായിരുന്നു. 4 കോടി രൂപയൊക്കെ കൊടുത്തതൊക്കെ ആയിട്ട് ഫോർഡ് ഫൗണ്ടേഷനൊക്കെ അവരുടെയൊക്കെ സൈറ്റിലും പത്രക്കുറിപ്പുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് ഈ പരിവർത്തന് 4 കോടിയോളം രൂപ കൊടുത്തതായിട്ടൊക്കെ. അപ്പോൾ ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും CAAയുടെ ഒരു പോഷക സംഘടനയാണ് ഈ ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് ഈ സാംസ്കാരിക രംഗങ്ങളിൽ ഈ ചാരന്മാർക്ക് കയറി പണിയാൻ വേണ്ടിയിട്ടാണ് ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്കാണ് ഇതൊക്കെ രൂപപ്പെടുക. ചിലത് ചരിത്ര സംഘടനകൾ പോലെയൊക്കെ രംഗത്തൊക്കെ വരും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നൊക്കെ ആയിരിക്കും പേര്, സംഗതി CAAയുടെ ഒക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടി ഓരോ രാജ്യത്തൊക്കെ പോയിട്ട് അട്ടിമറി നടത്താനൊക്കെ അവരുടെ ആളുകളെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ പരിവർത്തൻ എന്ന് പറയുന്നത് ഈ മനീഷ് സിസോദിയ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ഇയാളുടെ വലങ്കയായിട്ട് നടന്ന ആളാണ് കെജ്രിവാളിൻ്റെ. അതായത് കെജ്രിവാൾ ഇൻകം ടാക്സ് ഓഫീസറായിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ പരിവർത്തൻ എന്ന് പറഞ്ഞ NGO. ആ കൂട്ടത്തിൽ ഇയാളുടെ വലങ്കയായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് മനീഷ് സിസോദിയ. അപ്പോൾ അവർക്ക് ഈ ഫോർഡ് ഫൗണ്ടേഷൻ്റെ സഹായം ഉണ്ടായി. അപ്പോൾ ഈ NGO വഴിക്ക് വന്നിരിക്കുന്ന ഒരാളാണ് കെജ്രിവാൾ. അയാൾക്ക് പിന്നെ അണ്ണാ ഹസാരയെ കിട്ടിയപ്പോൾ വേറൊരു NGOയും ഒക്കെ കെട്ടിപ്പടുത്തു, ഇവിടെ സാമൂഹ്യ മാറ്റത്തിന്, ജനാധിപത്യ മാറ്റത്തിന് എന്നൊക്കെയുള്ള മട്ടിൽ. പൊതുവേ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞ സംഗതി, ഭരണം, അത് അയാൾക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഈ ഡൽഹിയിലൊക്കെ കണ്ടത്. ആ വഞ്ചന ജനങ്ങൾക്ക് മനസ്സിലായി. അയാൾക്ക് ഭരണം അറിയാത്തത് കൊണ്ട് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ലഫ്റ്റനൻറ്റ് ഗവർണറെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ പിണറായി വിജയനും KN ബാലഗോപാലും ഒക്കെ കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. എങ്ങനെയാണ് വരുമാനം കൂട്ടുക എന്നറിയില്ല. കടം വാങ്ങി കെണിയിലായിരിക്കുകയാണ്. എന്നിട്ട് കേന്ദ്രം പൈസ കൊടുക്കുന്നത്. വയനാട് ഫണ്ടിൻ്റെ കാര്യമൊക്കെ ഉദാഹരണമാണ്. വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ 760 കോടിയോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം നാഷണൽ കലാമിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശം, അതിനെയല്ല നാഷണൽ കലാമിറ്റി എന്ന് പറയുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ പോലും വന്നില്ല അവിടുത്തെ ദുരന്തം. അത്രയും പേര് മരിച്ചതിലൊക്കെ നമുക്ക് ദുഃഖമൊക്കെ ഉണ്ട്. പക്ഷെ അത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ മാത്രം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ ചങ്ങലയിട്ട് കുറ്റവാളികളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ഡീപ്പ് സ്റ്റേറ്റ് സാധാരണഗതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഒരുതരം NGO നടത്തുന്ന പോലെയാണ് ഡൽഹി നടത്തിക്കൊണ്ടിരുന്നത് കെജ്രിവാൾ. ഈ ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഒക്കെ പൈസ കൊണ്ടൊക്കെ നടത്തുന്ന പോലെ. പിന്നെ ജോർജ് സോറോസിൻ്റെ ഒക്കെ ഫണ്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളായി. ആ ജോർജ് സോറോസിൻ്റെ ഫണ്ടിങ് വന്നതാണ് കർഷക സമരം, പിന്നെ ആ ഷഹീൻ ബാഗൊക്കെ ആസ്ഥാനമായിട്ടുള്ള കലാപം, ഡൽഹി കലാപങ്ങൾ. അതിൽ താഹിർ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൗൺസിലറിൽ പ്രധാനമായിട്ട് ഇപ്പോൾ അയാൾ ഒവൈസിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച് തോൽക്കുകയൊക്കെ ചെയ്തു.
ജയിലിൽ കിടന്നുമൊക്കെ മത്സരിക്കുക, ജാമ്യത്തിൽ ഇറങ്ങി മത്സരിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ അത് ഒരു NGO പശ്ചാത്തലം, ഡീപ് സ്റ്റേറ്റ് പശ്ചാത്തലം അയാൾക്കുണ്ട്. അയാളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഈ ധ്രുവ് റാട്ടി എന്ന് പറഞ്ഞ ആൾ. ആപ്പിൻ്റെ IT സെല്ലിലുണ്ടായിരുന്ന ആളാണ് ധ്രുവ് റാട്ടി എന്നും അമൻ എന്ന് പറഞ്ഞൊരാളും ഉണ്ടായിരുന്നു. ഈ ആദ്യം അമൻ എൻജിനീയറിംഗ് പഠിക്കാനായിട്ട് ജർമ്മനിയിലേക്ക് പോയി, പിന്നാലെ ധ്രുവ് റാട്ടി പോയി. അവിടെ നിന്നാണ് ധ്രുവ് റാട്ടി, പിന്നെ ഹർഷ് മന്ദർ എന്ന് പറഞ്ഞ സോണിയാഗാന്ധിയുടെ ഓഫീസിലൊരു പഴയ IAS കാരനുണ്ട്, അയാൾ തിരക്കഥ എഴുതി കൊടുക്കും. ഇത് വെച്ചിട്ടാണ് ഈ ധ്രുവ് റാട്ടി വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഹരിയാനക്കാരനാണ്. എന്നിട്ട് ഹരിയാന തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ പറ്റിയില്ല. അതിനൊന്നും ഒരു വിശ്വാസ്യതയില്ലാതായിപ്പോയി. അതിനും സോറോസിൻ്റെ ഫണ്ടിങ് ഉണ്ട്. സോറോസിൻ്റെ ഒരു ശമ്പളക്കാരൻ മാത്രമാണ് ഇയാൾ ധ്രുവ് റാട്ടി. ഒരു അവതാരകനാണ്. സ്ഥാപനമൊക്കെ ജോർജ് സോറോസൊക്കെ നടത്തുന്ന തരത്തിലാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ USAID എന്ന് പറഞ്ഞ USAID ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചില NGOസിന് സഹായിക്കുന്നുണ്ട്. USAIDും ഇതുപോലത്തെ ഒരു പരിപാടിയാണ്. NGOകളെ സഹായിക്കും. ഡീസ്റ്റെബിലൈസിങ് ദ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെ. അപ്പോൾ ഈ USAID കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അതിൻ്റെ പ്രവർത്തനം തടഞ്ഞു ട്രംപ്. 10,000 പേരുണ്ടായിരുന്ന USAIDൽ ഇനി 29 പേരേ ഉണ്ടാവുള്ളൂ എന്ന് ഇപ്പോൾ അവസ്ഥ വന്നിട്ടുണ്ട്. ഈ USAIDൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം കിട്ടിയിരുന്ന ഒരു NGO പ്രധാൻ എന്ന് പറയുന്നതാണ്. ആ പ്രധാൻ നടത്തിക്കൊണ്ടിരുന്ന 1982 തുടങ്ങിയത് വിജയ് മഹാജൻ എന്ന് പറഞ്ഞ ആളാണ്. ഈ വിജയ് മഹാജനാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ CEO. ഈ പ്രധാനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വിജയ് മഹാജനെ പോയി രാഹുൽ ഗാന്ധി കണ്ടിട്ട് ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, അപ്പോൾ ഈ പ്രധാൻ എന്ന് പറഞ്ഞ NGOയ്ക്ക് 78 കോടി രൂപ USAIDൽ നിന്ന് ഒരു വർഷം തന്നെ കിട്ടിയിരുന്നു. ഒരു മില്ലന്യം പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയിൽ 78 കോടി രൂപ കിട്ടിയിരുന്നു. അപ്പോൾ ആ USAIDൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് ഈ മഹാജൻ. ഈ മഹാജനെ പിടിച്ചിട്ടാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിട്ട് 1991 രാഹുൽ ഗാന്ധി വെക്കുന്നത്. പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോണ്ടംപററി സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനവും തുടങ്ങി. യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ പരിശീലനമൊക്കെ കൊടുക്കാൻ ഒക്കെയാണത്, കണ്ടംപററി സ്റ്റഡീസ്. അതിൻ്റെയും ഡയറക്ടറായിരുന്നു ഈ വിജയ് മഹാജൻ. ആദ്യം അതിൻ്റെ ഡയറക്ടറായിരുന്നവരാണ് ദീപക് ചന്ദ്ര, പിന്നെ മലയാളിയായ മോഹൻ ഗോപാൽ. ഈ മോഹൻ ഗോപാലിന് ശേഷമാണ് വിജയ് മഹാജൻ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ മോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഈ സംഘടനകളുടെയും NGOകളുടെയൊക്കെ ഉദ്ദേശം. ചില ഇടത് NGOകൾക്കും സംഭാവനകൾ കൊടുക്കുന്നുണ്ട്, മീഡിയകൾക്ക് കൊടുക്കുന്നുണ്ട്. OCCRP എന്ന് പറഞ്ഞിട്ടൊരു മീഡിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. ജോർജ് സോറോസിൻ്റെ മീഡിയയാണ് ഈ OCCRP എന്ന് പറഞ്ഞ NGO. അതാണ് ഈ ഓരോ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോഴും ഈ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിൽ പറയാവുന്ന വിഷയങ്ങൾ മാധ്യമങ്ങളിലൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഈ OCCRP ആണ്. അവരാണ് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട്, പെഗാസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പഴയ സാധനങ്ങൾ. ബ്രസീലിന് വാക്സിൻ കൊടുത്തില്ല ഇന്ത്യ, വാക്സിനുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഇല്ലാതായിപ്പോയി, ഇങ്ങനെ ഓരോരെണ്ണം കൊണ്ടിരുന്ന OCCRP. ഇയാൾ മഹാജൻ, വിജയ് മഹാജൻ എന്ന് പറഞ്ഞ ആൾ IIT ഡൽഹിയിൽ പഠിച്ചാണ്, അഹമ്മദാബാദ് IIM അവിടെയും പഠിച്ച ആളാണ്. അയാൾ ഇടയ്ക്ക് വെച്ച് ഈ പ്രധാൻ എന്ന് പറഞ്ഞ NGOയിൽ നിന്നും മാറിയിട്ട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുകയുണ്ടായി. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയും ഇങ്ങനത്തെ ആളുകളെയൊക്കെ വാർത്തെടുക്കുന്ന, ഈ IV ലീഗിൻ്റെ വിദ്യാർത്ഥികളെയൊക്കെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ ബേസിക്സ് എൻ്റർപ്രൈസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരെണ്ണം ഇന്ത്യയിൽ വന്നിട്ട് സ്ഥാപിച്ചു. കർഷകർക്ക് ഈ പലതരം വായ്പകളെ പറ്റി അറിഞ്ഞുകൂടാ, അതൊക്കെ കർഷകർക്ക് സംഘടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ആ ഗ്രൂപ്പ് കൊണ്ട് അയാൾ ഉദ്ദേശിച്ചിരുന്നത്. മൈക്രോ ഫിനാൻസ് ആ മേഖലയിലാണ് ഇടപെട്ടത്. ആ മൈക്രോ ഫിനാൻസ് എന്താണെന്ന് പഠിക്കാനാണ് ഇയാളുടെ അടുത്ത് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്നാണ് ഇയാളൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഈ മഹാജൻ പറഞ്ഞത്, വിജയ് മഹാജൻ. അത് 2005 ഹൈദരാബാദിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയെ കണ്ടത് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇയാളെ ഡയറക്ടറാക്കി 2020 രാഹുൽ ഗാന്ധി ജവഹർലാൽ നെഹ്റു ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. JNLA,
ജവഹർലാൽ നെഹ്റു ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് 4 കൊല്ലം മുമ്പ് നേതാക്കളെ വാർത്തെടുക്കാൻ. അപ്പോൾ അവിടെ ഡോക്ടർ GK ജയറാം അതിൻ്റെ മെൻറ്റർ, മഹാജൻ ഡയറക്ടർ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബേസിക്സിന് 700 കോടി രൂപ ഈ മൈക്രോ ഫൈനാൻസ് പ്രതിസന്ധി വന്നപ്പോൾ നഷ്ടമായിട്ടുണ്ടെന്നും ഈ മഹാജൻ പറയുന്നുണ്ട്. 700 കോടി നഷ്ടപ്പെട്ടു എന്ന് അയാൾ പറയണമെന്നുണ്ടെങ്കിൽ എത്ര കോടിയാണ് അയാൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ 78 കോടി രൂപ അയാൾക്ക് USAID നിന്ന് 2012 കിട്ടി. മില്ലനിയം ഇന്നൊവേഷൻ ഫണ്ട് ആയിട്ടാണ് അത് കിട്ടിയത് എന്ന് അതിൻ്റെ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ തന്നെ ഒരു NGO പോലെ രാഹുൽ ഗാന്ധി മാറ്റുന്നതായിട്ടാണ് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ USAID തീർന്നു. ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ വേറെ അറുത്തുകൊണ്ടിരിക്കുന്നു ട്രംപ്. ഇതിൻ്റെയൊക്കെ വൈക്ലഭ്യം, ക്ഷോഭം, രോഷം ഇതൊക്കെയാണ് ഈ കോൺഗ്രസിലും ഇന്ത്യ മുന്നണിക്കാരിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ അതിൻ്റെ ഒരു പതനമാണ് ഇപ്പോൾ. ഡൽഹിയിലിപ്പോൾ കോൺഗ്രസിൻ്റെ പതനം, കെജ്രിവാളിൻ്റെ പതനം, ഇവരുടെ NGOകളുടെയൊക്കെ പതനം, അത് ജോർജ് സോറോസിൻ്റെയൊക്കെ വേറെ ഇറക്കുകയാണല്ലോ ട്രംപ്. അതിൻ്റെയും കൂടി ഒരു പ്രതിഫലനമാണ് ഡൽഹിയിൽ കണ്ടത്. ഡീപ് സ്റ്റേറ്റിൻ്റെയും കൂടി പതനമാണ്. കേരളത്തിൽ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ റൂട്ട് ഏത് വഴിക്കാണെന്ന് നമുക്ക് വല്ല വ്യക്തമായ തെളിവ്? അല്ല, അത് വളരെ വ്യക്തമാണ്. എന്താണെന്ന് വെച്ചാൽ ഡീപ് സ്റ്റേറ്റ്, ഈ ജോർജ് സോറോസ് വളരെ അടുത്ത് നിൽക്കുന്നത് ഈ ഇസ്ലാമിക ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്ന ആഗോള സംഘടനകളുണ്ടല്ലോ, അതുമായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കശ്മീരിലെ തീവ്രവാദികൾക്ക് അയാൾ പൈസ കൊടുക്കും. പിന്നെ 2015 അയാൾ എഴുതിയൊരു പ്രബന്ധത്തിൽ പറയുന്നത് ഈ ഇസ്ലാമിക കുടിയേറ്റക്കാരുണ്ടല്ലോ, സിറിയ പോലെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള, ലെബനനിൽ നിന്നൊക്കെ, അവരെയൊക്കെ യൂറോപ്പ് സ്വീകരിക്കണം. എന്നിട്ട് യൂറോപ്പ് ഒരു വർഷം ഒരു $10 മില്യൺ ഇവരുടെ കുടിയേറ്റത്തിന് വേണ്ടി ഒരാൾക്ക് ഇത്ര ലക്ഷം രൂപ എന്നുള്ള നിലയ്ക്ക് ചിലവാക്കണം എന്നൊക്കെയാണ് ആ പ്രബന്ധത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആഗോള ഇസ്ലാമിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് സോറോസ് എന്നുള്ളതാണ്. സോറോസിൻ്റെ മകൻ അലക്സാണ്ടറിൻ്റെ കാമുകയും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആഗോളമായി തന്നെ ഇതിനു വേണ്ടി യൂറോപ്പിലെ ഇസ്ലാമിക കുടിയേറ്റത്തിന് വേണ്ടിയൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സോറോസ്. അപ്പോൾ അതിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടി നാഷണലിസം എന്ന് പറയുന്ന പരിപാടി അയാൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മോദിയെ ഇഷ്ടമല്ല. അയാൾ ദാവോസിൽ മോദിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, മ്യൂണിക്കിൽ മോദിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. നാഷണലിസം ശരിയല്ല എന്ന് അയാൾ പ്രസംഗിച്ചിട്ടുണ്ട്. കശ്മീരിൽ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്ന് അയാൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആളുകളുടെ പരിപാടി. അങ്ങനെ വരുമ്പോൾ കേരളത്തിലും ഇത്തരം വിധ്വംസക പ്രവർത്തനത്തിന് സാധ്യത കണ്ടെത്തും. അതെ, ഡീപ് സ്റ്റേറ്റ് ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. നേരത്തെ ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അട്ടിമറിക്കാനായിട്ട് പണ്ട് അമേരിക്കയിൽ നിന്ന് CIA പല മാർഗങ്ങൾ തേടി. മക്കാർത്തിസം എന്ന് പറയുന്നത് പഴയ കെന്നഡിയുടെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്നു. CIA പണം വിമോചന സമരകാലത്ത് വരികയും ചെയ്തു. ചില പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളും ഒക്കെ അതിൻ്റെ സഹായം പറ്റിയ ചില വ്യക്തികളുടെ പേരൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ അത് പിൽക്കാലത്ത് കമ്മ്യൂണിസം അത്ര വലിയൊരു ഭീഷണിയായി അവർ കാണുന്നില്ല. അത് CIA ഫയലുകൾ പിന്നീട് ഡീക്ലാസിഫൈ ചെയ്തല്ലോ. അപ്പോൾ AKGയും EMS ഒന്നും സാരമില്ല, വിപ്ലവകാരികളായി ഒന്നും അല്ല എന്ന റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ പാർലമെന്ററി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് നടക്കുന്നതാണ്. നമുക്ക് ഭീഷണിയൊന്നുമില്ല എന്ന് ആ രേഖകളിൽ കാണാം. അത് ഡാനിയൽ P. മൊയ്നിഖാൻ ഇന്ത്യയിൽ അംബാസഡർ ആയിരുന്നപ്പോൾ കൊടുത്ത റിപ്പോർട്ടുകൾ. അതെ, അതിൽ പാട്ടീലിന് പൈസ കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, SK പാട്ടീലിന്. അതെ, അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വേറൊരു രൂപമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടി പതനമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് കെജ്രിവാൾ വീഴുക എന്നുള്ളത് അത്യാവശ്യമാണ്. പഞ്ചാബും ഖലിസ്ഥാൻ ഭീകരര് അവരും ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണല്ലോ. അതെ, ജനാധിപത്യം ഇല്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചുവല്ലോ. ഈ പന്നുൻ എന്ന് പറയുന്ന ആൾ 104 കോടി രൂപ കെജ്രിവാളിന് കൊടുത്തതായിട്ട് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ടല്ലോ. അതെ. അത് കെജ്രിവാൾ ഈ ഫോറിൻ മണി എങ്ങനെ വന്നു, അത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾക്കത് മനസ്സിലായി. ഇയാളുടെ മൗനവും ഇയാൾ പറഞ്ഞതും പറയാത്തതും എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഡൽഹിയിൽ സെൻറ്റർ ഫോർ പോളിസി റിസർച്ച് എന്ന് പറഞ്ഞൊരു സ്ഥാപനം,
അതിൻ്റെ യാമിനി അയ്യർ, അതായത് മണിശങ്കർ അയ്യരുടെ മകളാണ് അതിൻ്റെ ഡയറക്ടറായിരുന്നത്. അതിനുള്ള FCRA ലൈസൻസ് 2 കൊല്ലം മുമ്പ് റദ്ദാക്കി മോദി സർക്കാർ. അതിനും ധാരാളമായിട്ട് വിദേശ ഫണ്ട് വരുന്നുണ്ടായിരുന്നു. ഇതിനെയൊക്കെ പറയുന്നത് തിങ്ക് ടാങ്ക് എന്നാണ്, ഓമനപ്പേര് തിങ്ക് ടാങ്ക്. ഇതൊക്കെ ഈ ഡീപ് സ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ദേശീയ സർക്കാരിന് ഇതേപ്പറ്റിയൊക്കെ ധാരണയുള്ളത് കൊണ്ട് കൈകാര്യം ചെയ്തു പോകുന്നു. എന്തായാലും ഒരെണ്ണം അവസാനിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.